ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്, ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കണ്ണൂർ ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ജില്ലാ ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ MSc നഴ്സിംഗ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും ബയോഡേറ്റയും ഐഡന്റിറ്റി തെളിയിക്കുന്ന രേഖ എന്നിവ സഹിതം നവംബർ 6 രാവിലെ 10 മണിക്ക് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം. അടുത്തത് കണ്ണൂർ ജില്ലയിൽ IHRDയുടെ കീഴിൽ പട്ടവും കയ്യും തടത്തിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം നവംബർ 5 രാവിലെ 10 മണി മുതൽ കോളേജിൽ നടക്കും. MSc അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MTech വിഷയങ്ങളിൽ 60% മാർക്കോടെ ബിരുദാനന്തര ബിരുദവും നെറ്റും യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിന് ഹാജരാവണം. അടുത്തത് കണ്ണൂർ ജില്ലയിൽ ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ക്ലർക്കിനെയും പുരുഷ വാർഡനെയും നിയമിക്കുന്നുണ്ട്. +2 യോഗ്യതയോടൊപ്പം കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാം. കായിക താരങ്ങൾക്ക് മുൻഗണന ലഭിക്കും. +2 യോഗ്യതയുള്ള 35 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വാർഡൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. പ്രവൃത്തി പരിചയമുള്ളവർക്കും കായിക താരങ്ങൾക്കും മുൻഗണന ലഭിക്കുന്നതാണ്. വിമുക്ത ഭടന്മാർക്ക് വയസ്സിളവ് ലഭിക്കും. താല്പര്യമുള്ളവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ ബയോഡേറ്റ, വയസ്സ്, വിദ്യാഭ്യാസം, പ്രവൃത്തി പരിചയം, കായിക മികവ്, മറ്റ് യോഗ്യതകൾ എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പും സഹിതം നവംബർ 4 രാവിലെ 11 മണിക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ നേരിട്ട് ഹാജരാവണം. അടുത്തത് വയനാട് ജില്ലയിൽ പനമരം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ പനമരം ഗ്രാമപഞ്ചായത്തിലെ 11 വാർഡിലേക്ക് ആശാപ്രവർത്തകയെ നിയമിക്കുന്നുണ്ട്. SSLC ആണ് അടിസ്ഥാന യോഗ്യത. അതാത് വാർഡുകളിൽ സ്ഥിര താമസക്കാരായ 25നും 45നും ഇടയിൽ പ്രായമുള്ള വിവാഹിതരായ സ്ത്രീകൾക്കാണ് അവസരം. ഉദ്യോഗാർത്ഥികൾ നവംബർ 4 രാവിലെ 10 മണിക്ക് പനമരം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. അടുത്തത് വയനാട് ജില്ലയിൽ കോളേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം HST കമ്പ്യൂട്ടർ സയൻസ് സീനിയർ അധ്യാപക തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലുമായി നവംബർ 4 രാവിലെ 10:30 സ്കൂളിൽ എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി ബ്ലോക്ക് പട്ടികജാതി വികസന വകുപ്പിന്റെ പരിധിയിലുള്ള മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലേക്ക് SC പ്രൊമോട്ടറുടെ അഭിമുഖം നവംബർ 5 രാവിലെ 11 മണിക്ക് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നടക്കും. പട്ടികജാതി വിഭാഗക്കാരായിരിക്കണം അപേക്ഷകർ. യോഗ്യത +2 ആണ്. പ്രായപരിധി 40 വയസ്സാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ്, പഞ്ചായത്തിൽ സ്ഥിര താമസമാണെന്നുള്ള സാക്ഷ്യപത്രം, +2 സർട്ടിഫിക്കറ്റ് സഹിതം നവംബർ 5 രാവിലെ 11 മണിക്ക് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ അയിരൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥിയെ നിയമിക്കുന്നുണ്ട്. BPT യോഗ്യതയും പ്രവൃത്തി പരിചയമുള്ള 45 വയസ്സ് കവിയാത്തവർക്ക് അപേക്ഷിക്കാം. സർട്ടിഫിക്കറ്റും ബയോഡേറ്റയും സഹിതം നവംബർ 5 രാവിലെ 11:30 അയിരൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് നാഷണൽ ആയുഷ് മിഷൻ ഇടുക്കി ജില്ല കരാർ അടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് 2025 നവംബർ 4 രാവിലെ 10:30 കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, യോഗ്യത, അഡ്രസ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളുമായി തൊടുപുഴ ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഓഫീസിൽ എത്തിച്ചേരണം. അഭിമുഖത്തിന് 20 പേരിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ, എഴുത്തു പരീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. ഇടുക്കി ജില്ലയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ആശുപത്രി വികസന സൊസൈറ്റിയുടെ റേഡിയോ ഡയഗ്നോസിസ് വിഭാഗത്തിൽ റേഡിയോഗ്രാഫർ ട്രെയിനിയുടെ 14 തസ്തികയിലേക്ക് സ്റ്റൈപ്പൻഡ് അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത DRD, DRRD, BSc, MRD ഗവൺമെൻറ് അംഗീകൃത കോഴ്സ് പാസ്സായിരിക്കണം. സ്റ്റൈപ്പൻഡ് 10,000 രൂപയാണ് ലഭിക്കുന്നത്. പ്രായപരിധി 35 വയസ്സാണ്.
താല്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യത, വയസ്സ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റും പകർപ്പും സഹിതം നവംബർ 5-ന് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിൽ റേഡിയോ ഡയഗ്നോസിസ് വിഭാഗത്തിൽ രാവിലെ 10:30 നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.